അടുത്ത 24 മുതൽ 48 മണിക്കൂറിനുള്ളിൽ ഇറാൻ ഇസ്രായേൽ മണ്ണിൽ ആക്രമണം നടത്തിയേക്കുമെന്ന് വാൾസ്ട്രീറ്റ് ജേണൽ റിപ്പോർട്ട് ചെയ്തു. അമേരിക്കൻ ഇന്റലിജൻസിലെ US ഉദ്യോഗസ്ഥനെ ഉദ്ധരിച്ചാണ് റിപ്പോർട്ട് പുറത്തുവിട്ടത്. ഇസ്രായേലിന്റെ തെക്ക് അല്ലെങ്കിൽ വടക്കൻ ഭാഗത്തായിരിക്കും ആക്രമണം ഉണ്ടാവുകയെന്നും റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. ഏപ്രിൽ 1 ദമാസ്കസിലെ ഇറാൻ എംബസിക്കു നേരെ ഇസ്രായേൽ നടത്തിയ വ്യോമാക്രമണത്തിൽ നിരവധി ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കമാൻഡർമാരെ ഉൾപ്പെടെ കൊലപ്പെടുത്തിയതിന് തിരിച്ചടിക്കുമെന്ന് ഇറാൻ മുന്നറിയിപ്പ് നൽകിയിരുന്നു. ഇറാന്റെ ഭീഷണി കാരണം ഇസ്രായേൽ അതീവ ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഇതിനിടെയാണ് 1-2 ദിവസങ്ങൾക്കുള്ളിൽ തന്നെ ഇറാന്റെ പ്രത്യാക്രമണം ഉണ്ടായേക്കുമെന്ന് US ഏജൻസി മുന്നറിയിപ്പ് നൽകിയിട്ടുള്ളത്. അതേസമയം ഇറാൻ ഇക്കാര്യത്തിൽ അന്തിമ തീരുമാനമൊന്നും എടുത്തിട്ടില്ലെന്നും റിപ്പോർട്ടുകളുണ്ട്. ഇറാൻ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖാംനെയ്ക്ക് ഇസ്രായേലി കേന്ദ്രങ്ങളെക്കുറിച്ച് സൈന്യം വിശദീകരണം നൽകിയതായും പറയപ്പെടുന്നുണ്ട്. അത്യാധുനിക ഇടത്തരം മിസൈലുകൾ ഉപയോഗിച്ച് ഇസ്രായേലിനെതിരെ നേരിട്ടുള്ള ആക്രമണവും ഇതിൽ പെടുന്നുണ്ട്. ഡിമോണയിലെ ആണവ കേന്ദ്രം, സൈപ്രസിലേക്ക് മാത്രം ഫ്ലൈറ്റുകൾ നടത്തുന്ന ഹൈഫയിലെ ചെറിയ വിമാനത്താവളം എന്നിവ ഉൾപ്പെടെയുള്ള ഇസ്രായേലി കേന്ദ്രങ്ങളാണ് ലക്ഷ്യമെന്നാണ് പറയപ്പെടുന്നത്. എന്നാൽ ഖാംനെയി ഇതുവരെ അന്തിമ തീരുമാനം എടുത്തിട്ടില്ല. അതിനിടെ ഏതൊരു ആക്രമണവും നേരിടാൻ തയ്യാറാണെന്ന് ഇസ്രായേൽ സൈന്യം അവകാശപ്പെട്ടു. സ്ഥിതിഗതികൾ നിരന്തരം വിലയിരുത്തുന്നുണ്ടെന്നും അതീവ ജാഗ്രതയിലാണെന്നും തങ്ങളുടെ തന്ത്രപരമായ പങ്കാളികളും തയ്യാറാണെന്നും IDF വക്താവ് റിയൽ അഡ്മിറൽ ഡാനിയൽ ഹഗാരി പറഞ്ഞു. ഇസ്രായേലിലെത്തിയ US സെൻട്രൽ കമാൻഡ് മേധാവി ജനറൽ മൈക്കൽ കുറില്ലയെക്കുറിച്ചായിരുന്നു പരാമർശം. വ്യാഴാഴ്ച രാവിലെ IDF ചീഫ് ഓഫ് സ്റ്റാഫ് ലഫ്റ്റനന്റ് ജനറൽ ഹർസി ഹലേവിയുമായി മൈക്കൽ കുറില്ല ചർച്ച നടത്തിയിരുന്നു. ആക്രമണമുണ്ടായാൽ ഇസ്രായേലിന് പൂർണ്ണ പിന്തുണ നൽകുമെന്നാണ് US അറിയിച്ചിട്ടുള്ളത്. എന്നാൽ ഇറാന്റെ ഭീഷണി കാരണം ഇസ്രായേലിലെ തങ്ങളുടെ ജീവനക്കാരോടും അവരുടെ കുടുംബാംഗങ്ങൾക്കും US യാത്രാവിലക്ക് ഏർപ്പെടുത്തി. ഗ്രേറ്റർ ടെല്ലവീവ്, ജെറുസലേം, ബീർഷെബ മേഖലകൾക്ക് പുറത്തേക്ക് വ്യക്തിഗത യാത്ര ഒഴിവാക്കണമെന്നാണ് US നിർദ്ദേശം. ഇന്റർനാഷണൽ ഡെസ്ക്, തേജസ് ന്യൂസ്.